ലബ ലബ ലബ. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങളെൻ്റെ പ്രബോധകരാണ്, നിങ്ങളെൻ്റെ പ്രവാചകരാണ്, നിങ്ങൾ വചനപ്രഘോഷകരാണ്. എൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ പ്രബോധകരാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൽ വിശ്വസിക്കുവിൻ, ഇത് സ്വീകരിക്കുവിൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലബല ബല 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 ബല. ശലബല ബല 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 ബല. Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണ് എല്ലാവരും ഭയങ്കര ഗൗരവമായിട്ടാണ് ഇരിക്കണേ. കൂദാശകളുടെ നിർവചനം എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ കൂദാശകളുടെ നിർവചനം. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റണതാണ് അല്ലേ? എന്താണ് കൂദാശകളുടെ നിർവചനം? ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ അല്ലേ, ഒരാൾക്ക് പറയാമോ? അതായത് അല്ലേ, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് എന്ത്? കൂദാശകൾ അല്ലേ? അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളം. ലോർഡ് ഐ പ്രൈസ് യു, ലോർഡ് പ്രൈസ് യു ജീസസ്. ആമേൻ. ഇപ്പോൾ നമ്മൾ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പാരമ്പര്യങ്ങളുണ്ട്. രണ്ട് പാരമ്പര്യങ്ങളാണുള്ളത്. അതേപോലെ തന്നെ രണ്ട് ദൈവശാസ്ത്രങ്ങളുണ്ട്. എന്താണ്? രണ്ട് ദൈവശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ കത്തോലിക്ക സഭയിൽ എത്ര റീത്തുകളുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഇങ്ങനെ ചോദിച്ചെന്ന് ഓർക്കും അല്ലേ. 24 റീത്തുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ അല്ലേ, ഒരു റീത്ത് എന്താണ്? അത് നേരിട്ട് മാർപ്പാപ്പയുടെ കീഴിലുള്ള റോമൻ കാത്തലിക് അല്ലേ, ലാറ്റിൻ റീത്താണ്. അതിനോട് ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? ബാക്കി 23 പൗരസ്ത്യ റീത്തുകൾ അല്ലേ? 23 പൗരസ്ത്യ റീത്തുകൾ. മനസ്സിലായോ? അപ്പോൾ ഈ റീത്തുകൾക്ക് അതിൻ്റേതായ പാരമ്പര്യങ്ങളുണ്ട്, അതിൻ്റേതായ ദൈവശാസ്ത്രങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ എങ്ങാടെങ്കിലും തിരിഞ്ഞ് ബലിയർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത്. അതേപോലെ തന്നെ കുർബാനയ്ക്ക് ബലിയർപ്പണത്തിന് ഫോം ഉണ്ട്, കണ്ടൻ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ഫോമും കണ്ടൻറ്റും? അതായത് ഉള്ളടക്കവും രൂപവും ഉള്ളടക്കവും ഉണ്ട്. ഇപ്പം എന്തൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്? ഒന്ന്, രണ്ട് പാരമ്പര്യങ്ങളുണ്ട്, രണ്ട് ദൈവശാസ്ത്രങ്ങളുണ്ട്, പിന്നെ അതേപോലെ തന്നെ 24 റീത്ത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, 24 റീത്തുകളുണ്ടെന്നുള്ളത്. പിന്നെന്താ പറഞ്ഞത്? രൂപവും ഉള്ളടക്കവും. അപ്പോൾ എന്താണ് ഈ രൂപവും ഉള്ളടക്കവും? എന്താണ്? പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? രൂപവും ഉള്ളടക്കവും ഉണ്ട്. ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ സഭയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ട് നമ്മളങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവും. മനസ്സിലായി? രൂപവും ഉള്ളടക്കവും. അപ്പോൾ രൂപത്തിന് വ്യത്യാസം വന്നാൽ എന്താകും? രൂപത്തിന് വ്യത്യാസം വന്നാൽ എന്താകും? ആ ബലിയർപ്പണം ഇല്ലിസിറ്റ് ആവും. എന്താ പറയണതിന്? ഞാൻ 8ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ ആളാണ്. എൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഇല്ലിസിറ്റ് എന്താണത്? നിയമാനുസൃതം അല്ലേ? നിയമാനുസൃതം അല്ലാതെ ആകും. ആണോ? ശരിയാണോ? പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല. ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയണോ? അപ്പോൾ എന്താണ് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ബലിയർപ്പണത്തിന് രൂപവും എന്തുണ്ട്? ഉള്ളടക്കവുമുണ്ട്. അപ്പോൾ ആ രൂപത്തിന് വ്യത്യാസം വന്നാൽ ആ ബലിയർപ്പണം എന്തായിട്ട് മാറും എന്നാ പറഞ്ഞേ? ലിസിറ്റാകോ ഇല്ലിസിറ്റാവോ? രൂപത്തിന് വ്യത്യാസം വന്നാൽ, പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതിനുദാഹരണമായിട്ട് ആണ് ഇപ്പോഴത്തെ വിഷയം. മനസ്സിലായോ? അതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. എന്താണ്? ജനാഭിമുഖ കുർബാനയല്ല അർപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ജനാഭിമുഖ ഇതാണ്ടോ, ഇത് 2ാം വത്തിക്കാൻ കൗൺസിൽ, 2ാം വത്തിക്കാൻ സൂനഹദോസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റാണ് സഭയുടെ.
അപ്പോൾ ഇത് 1962-63 കാലഘട്ടം. അതിനു മുമ്പുള്ള ഇപ്പോൾ ഇതിൽ അല്ലേ 70-75 വയസ്സൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഓർമ്മയുണ്ടോ? ചേട്ടന് ഓർമ്മയുണ്ടോ അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബലിയർപ്പണം എങ്ങനെയായിരുന്നു? നിങ്ങളൊക്കെ പങ്കെടുത്തിരുന്ന ബലിയർപ്പണം ദൈവോന്മുഖമായിരുന്നില്ലേ? അൾത്താരാഭിമുഖം. കണ്ടോ? മനസ്സിലായോ? ഇതിൻ്റെ ഡോക്യുമെൻറ്റിൽ നിന്നാണ് പറയുന്നത്. ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ വെറും ഒരു ഡോക്യുമെൻ്റ് അല്ല, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാകില്ല ഇത് വായിച്ചാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വായിക്കാൻ മടിക്കണത്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഐഡിയയിലോട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് രൂപം അല്ലേ? രൂപത്തിന് വ്യത്യാസം വന്നാൽ അത് ഇല്ലിസിറ്റ് ആവും. ഇനി ഉള്ളടക്കത്തിന് അപ്പോൾ എന്താണ് രൂപം എന്ന് മനസ്സിലായില്ലേ? രൂപം എന്താണ്? ദൈവോന്മുഖമാണ് അർപ്പിക്കപ്പെടേണ്ടത്. ജനാഭിമുഖം എന്ന് പറഞ്ഞ കുർബാന സത്യത്തിലില്ല. പക്ഷെ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ബലി, നമ്മളെന്ന് വെച്ചാൽ പുരോഹിതൻ അർപ്പിക്കുന്ന ബലി, ആ ബലിയിലിപ്പോൾ നമ്മുടെ നിങ്ങളുടെ രൂപത അധ്യക്ഷനായ മെത്രാപ്പൊലീത്തയോ അല്ലേ ബിഷപ്പിൻ്റെ പേര് പറയണില്ല എന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് അല്ലേ? അപ്പോൾ അത് എന്താകും? അത് ഉള്ളടക്കമാണ് അതിൻ്റെ ഒരു ബലിയർപ്പണത്തിൻ്റെ. അപ്പോൾ അതങ്ങനെ ഇല്ലേ? ഇപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാനതിനെക്കുറിച്ച് വിവാദമായ വിഷയമാണല്ലോ. അപ്പം നമ്മളിപ്പം അതിനെക്കുറിച്ചൊന്നും ഒരുപാട് പറയണ്ട. നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ മാധ്യമങ്ങളിലൂടെയൊക്കെ, ബിഷപ്പിൻ്റെ പേര് പറയണില്ല. എറണാകുളം ഒരു വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അല്ലേ വികാരി അച്ഛൻ്റെ പേര് പറയുന്നില്ല, ബിഷപ്പിൻ്റെ പേര് പറയുന്നില്ല. അപ്പം അങ്ങനെ അർപ്പിക്കുന്ന ബലി ഉള്ളടക്കം ഇല്ല അതിന്. ആ ഉള്ളടക്കത്തിൽ വരുന്ന അപ്പം എന്ത് സംഭവിക്കും? അത് നോ വാലിഡ്. എന്താണ് നോ? മനസ്സിലായോ? അതാണ് രൂപവും ഉള്ളടക്കവും. അപ്പം ഇത് രണ്ടും ചേർന്ന് പോകുമ്പോഴാണ് ഒരു ബലിയായി മാറുന്നത്. ഇത് രണ്ടും ചേരുന്നതോടൊപ്പം മറ്റു കാര്യങ്ങളും ഉണ്ട്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്ന് സ്തുതിച്ചാലും നമുക്ക് ഉറക്കം വരണുണ്ടോ? ഇത് ഉറക്കം വരാൻ പറ്റിയ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ആമേൻ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, 2 പാരമ്പര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം രണ്ട് ദൈവശാസ്ത്രങ്ങൾ, 2 പാരമ്പര്യങ്ങൾ. പിന്നെ മൂന്നാമത്തത് 24 റീത്തുകൾ. നാലാമത്തത് രൂപവും ഉള്ളടക്കവും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 5ാമത്തെ കാര്യമാണ് എന്ത്? അപ്പോൾ 24 റീത്തുകൾക്കും കൂടി 6 ലിറ്റർജി കുടുംബങ്ങൾ. മനസ്സിലായോ? 6 ആരാധനക്രമ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. നമ്മളിന്ന് ചിലപ്പോൾ ഇന്ന് കേട്ടിട്ടില്ലല്ലോ, അങ്ങനെ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അല്ലേ? അപ്പോൾ ഇതാണ്ടോ, ഇത് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ എഴുതിയിട്ടുള്ള ലിറ്റർജി പ്രതിസന്ധി എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഇത് കണ്ടോ ഇവിടെ ആദ്യത്തെ ലിറ്റർജി കുടുംബമാണ് ലത്തീൻ റീത്ത്. കണ്ടോ? ആ ലത്തീൻ റീത്തിൽ എന്തൊക്കെയുണ്ട്? ലത്തീൻ റോമൻ കത്തോലിക്ക സഭയിലെ ലിറ്റർജിയിൽ അംബ്രോസിയൻ റീത്ത്, മൊസറബിക് റീത്ത്, ആംഗ്ലിക്കൻ റീത്ത്, കർത്തൂസ്യൻ റീത്ത്. അപ്പം ഇങ്ങനെ 6 ലിറ്റർജി കുടുംബങ്ങൾ. പിന്നെന്താണ്? ലത്തീൻ റീത്ത്, പിന്നെ അലക്സാണ്ട്രിയൻ റീത്ത്, അർമേനിയൻ റീത്ത്, അന്ത്യോക്യൻ റീത്ത്, കൽദായ റീത്ത്, ബൈസൻറ്റൈൻ റീത്ത്. അങ്ങനെ 6 ലിറ്റർജി കുടുംബങ്ങളുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത്തിരി കഠിനമായി പോകും, പെട്ടെന്ന് മനസ്സിലാകാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. അത് പതുക്കെ മനസ്സിലായിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുണ്ട്? 24 റീത്തിൽ എത്ര ആരാധനക്രമ കുടുംബങ്ങളുണ്ടെന്ന് മനസ്സിലായി? 6 ആരാധനക്രമ കുടുംബങ്ങളുണ്ട്. മനസ്സിലായി? അപ്പോൾ അതിൽ ഒരു കുടുംബമാണ് എന്ത്? ലത്തീൻ അല്ലേ? ഏറ്റവും വലിയ റീത്ത്, അതിൻ്റെ ആരാധനക്രമം. പിന്നെ അതേപോലെ തന്നെ പൗരസ്ത്യ ആരാധനക്രമങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന, ഇത് കണ്ടോ, ഇത് ഞാൻ ബൈൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണിത്. ഇതിൽ 1200ാമത്തെ ഗണ്ണിക, 1200ാമത്തെ ഗണ്ണികയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്.
കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനിതൊന്ന് വായിച്ചിട്ട് ഞാൻ പതുക്കെ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത് ആരാധന വൈവിധ്യവും രഹസ്യത്തിൻ്റെ ഏകത്വവും. ആരാധന വൈവിധ്യവും, ഇല്ലേ? മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? ആരാധനയുടെ വൈവിധ്യങ്ങൾ ഉണ്ടോ? ആരാധനയ്ക്ക് വൈവിധ്യങ്ങളാണ്. അതാണ് അപ്പോൾ നമ്മളുടെ ചോദ്യം, ഒരു റീത്ത് പോരെ, അല്ലെങ്കിൽ ഒറ്റ രീതിയിൽ ആരാധനക്രമത്തിലൂടെ ബലി അർപ്പിച്ചാൽ പോരെ, ഇതിന് മാത്രമൊക്കെ റീത്തുകൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പലവരും ചോദിക്കാറുണ്ട്. ഇതെന്തിനാ പല സ്ഥലത്തും പല പല കുർബാന അർപ്പണ രീതി, പല പല കോൺഗ്രിഗേഷൻ്റെ അങ്ങനെ കുറേ പല റീത്തുകൾ, പല രീതികളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? മനസ്സിലായോ? അപ്പോൾ ആരാധന വൈവിധ്യവും രഹസ്യത്തിൻ്റെ ഏകത്വവും. മനസ്സിലായോ? അതിൻ്റെ ഹെഡ്ലൈൻ തന്നെ മനസ്സിലായോ? ആരാധനകളുടെ വൈവിധ്യം, എന്നാലോ രഹസ്യത്തിൻ്റെ ഏകത്വം. അപ്പോൾ അതൊക്കെ പതുക്കെ നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ ആരാധന പാരമ്പര്യങ്ങളും സഭയുടെ കാതോലിക്കത്വവും 1200 ഖണ്ഡികയാണ്. ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ റോസ് അല്ലേ ചേച്ചി, നിങ്ങളുടെ ആൻറ്റിക്കൊക്കെ ഇതറിയാം, ഒരുവിധം അറിയാം. പെട്ടെന്ന് നമ്മളൊരു സുപ്രഭാതത്തിൽ ഇതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമെന്നില്ല എന്താ ഇത് കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊന്ന് പറഞ്ഞു തരാം, അങ്ങനെ പറയാൻ ശ്രമിക്കാം. ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ എന്ന് പറഞ്ഞാൽ ആദിമ സഭയിലുണ്ടായിരുന്നു. മനസ്സിലായോ? ആദിമ അല്ലേ? ജെറുസലേമിലെ പ്രഥമ സമൂഹം ആരാണ്? അല്ലേ? അപ്പസ്തോലന്മാരടങ്ങുന്ന ആദിമ ക്രൈസ്തവ സഭ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ, അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? എന്താണ് ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം? രണ്ടാം വരവ് വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ. കണ്ടോ? ഒരേ പെസഹ രഹസ്യമാണ്. മനസ്സിലായോ? ആരാധനകൾക്ക് വൈവിധ്യമുണ്ടെങ്കിലും രഹസ്യം ഒന്ന് തന്നെയാണെന്ന് അതിൻ്റെ ഹെഡ്ലൈൻ നമ്മളത് വായിച്ചു. അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യം തന്നെ 10ഉം 15ഉം പ്രാവശ്യം പറഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാര്യമില്ല. ആത്മാവിലാണ്. നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? LLBക്ക് പഠിക്കണ കാര്യം ഇവിടെ കയറിയാൽ മതി. കർത്താവിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത് ഇവിടെ കയറിയാലേ പറ്റുള്ളൂ. ഇവിടെയെന്ന് ഉദ്ദേശിക്കുന്ന ആത്മാവിൽ കയറിയാലാണ് പറ്റണേ. അപ്പോൾ അതിന് രണ്ട് രീതിയാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു പെസഹ രഹസ്യം ഉള്ളൂ. എന്താണ് ആ പെസഹ രഹസ്യം? എന്താണ് പെസഹ രഹസ്യം? ഈശോൻ്റെ അതെന്ന് പറഞ്ഞേ റോസ് അല്ലേ? എന്താണ്? ഞാനിപ്പോൾ മറന്നുപോയല്ലോ. അവൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. അവൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം. മനസ്സിലായി? ഇതാണ് പെസഹ രഹസ്യം, അവൻ്റെ കടന്നുപോകൽ. അപ്പോൾ ഈ രഹസ്യമാണ് ആദിമസഭ മുതൽ എന്ത് ചെയ്തിരുന്നത്? ആഘോഷിച്ചിരുന്നത്. അപ്പോൾ കുർബാന കാണാൻ പോണെന്ന് ഞാൻ പറയാറില്ല. കുർബാന ശരിക്കും ആഘോഷമാണ്. സെലിബ്രേറ്റ്. അതിപ്പോൾ ഇംഗ്ലീഷ് CCCയിലൊക്കെ എഴുതിയേക്കണം. നിങ്ങൾ അതിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. സെലിബ്രേഷൻ എന്നാണ്. സെലിബ്രേഷൻ. മനസ്സിലായോ? ആഘോഷമാണ്. അപ്പം നമ്മളതിനെ കേവലം ഒരു കാണാൻ പോക്ക്. അപ്പം ഞാൻ അങ്ങനെ പറയാറില്ല. മിനിമം ഞാൻ പറയും ബലി അർപ്പിക്കാൻ പോകണു, അങ്ങനെ പറയും. അപ്പം അങ്ങനെയുമല്ല പറയേണ്ടത്. ശരിക്കും കുർബാന ആഘോഷിക്കാൻ പോകണമെന്ന് പറയണം. അപ്പം നമുക്കൊരു നാണക്കേടാണ് അങ്ങനെയൊക്കെ പറയണത്. ആഘോഷിക്കാൻ പോകണമെന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലായോ? ഇത് ഒരു വെല്ലുവിളിയായിട്ട് എടുത്തോ. ആരെങ്കിലും ഒരാളോട് നിങ്ങൾ ഇനി പറയണം ഞങ്ങൾ ഇവിടെ പോകണേണ്, കുർബാന ആഘോഷിക്കാൻ പോവാണെന്ന് പറയും. ധൈര്യം ഉണ്ടാകാൻ നോക്കട്ടെ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ജെറുസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ. അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത അല്ലെ? അപ്പസ്തോലിക വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ 12 അപ്പസ്തോലന്മാരോടുള്ള നമ്മുടെ ഐക്യം, വിശ്വസ്തതയോട് പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. കണ്ടോ? പല റീത്തുകളുണ്ട്. പക്ഷേ ഓരോ റീത്തിലും 24 റീത്തിലും എന്താണ് ആഘോഷിക്കണേ? അവൻ്റെ പെസഹ രഹസ്യമാണ് ആഘോഷിക്കണേ. അതിന് മാറ്റമുണ്ടോ? അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം കണ്ടോ? നിങ്ങൾ ഓരോ വാക്ക്, ഞാനാണ് ബാക്കിലിരിക്കണവർക്ക് കേൾക്കാമല്ലോ അല്ലേ? എനിക്ക് ഇതിൽ കൂടുതൽ സൗണ്ട് എടുക്കാൻ പറ്റില്ല. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്ന് തന്നെയാണ്. കണ്ടോ? ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ബലി
നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൻ്റെ എന്താണ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞതിൽ ബലി എന്താണ് ആവർത്തിക്കപ്പെടുന്നത് അല്ലേ? ബലി ആണോ ആവർത്തിക്കപ്പെടുന്നത്? അതിൻ്റെ ആഘോഷമാണോ ആവർത്തിക്കപ്പെടുന്നത്? അല്ലേ? ബലി ആവർത്തിക്കപ്പെടില്ല. മനസ്സിലായോ? ബലിയാണോ ആവർത്തിക്കപ്പെടുന്നത്? ഈശോൻ്റെ പെസഹ രഹസ്യത്തെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് പിന്നെ മനസ്സിലായോ? അപ്പോൾ അതല്ല ആവർത്തിക്കപ്പെടുന്നത്. പിന്നെ എന്താണ് അത് ആഘോഷം ആണ്. മനസ്സിലായോ? അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് യേശുക്രിസ്തു ഗാഗുൽത്തയിൽ അർപ്പിച്ചില്ലേ? ആ രഹസ്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് ഈ ബലിയിലെല്ലാം നടക്കുന്നത്. ഒരേ രഹസ്യം തന്നെ, രഹസ്യം ഒന്ന് തന്നെയാണ്, എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. കണ്ടോ? അതിൻ്റെ ആഘോഷ രൂപങ്ങൾ അല്ലേ? തിരുവസ്ത്രങ്ങൾക്കടക്കം ഇല്ലേ? ഇപ്പം സീറോ മലബാറിയത്തിൽ ബേമയുണ്ട്, ലത്തീൻ ആരാധനക്രമത്തിൽ വചനവേദി. മനസ്സിലായോ? അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ പള്ളിയിൽ ഞാൻ ഇടവകയിൽ കണ്ടു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് രാവിലെ അത് കൂടുതൽ അനുഭവപ്പെട്ടു. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് അവിടെ തന്നെ പോയത്, പക്ഷെ എന്നാൽ ഇന്ന് രാവിലെ എനിക്കത് കൂടുതൽ. കാരണം എന്താണ്, മദ്ബഹ വിധി ഉണ്ടോ? മദ്ബഹ വിധി. അപ്പോൾ അതൊക്കെ അത് പൗരസ്ത്യ ആരാധനക്രമത്തിൽ മാത്രമുള്ള പാരമ്പര്യങ്ങളാണത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയണത്, ബേമ വേണ്ട, വിരി വേണ്ട. എന്തുകൊണ്ടാണ്? അതിൻ്റെ ദൈവശാസ്ത്രം അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ലേ? അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ നമ്മുടെ ഇതിലോട്ട് വരാം. അപ്പോൾ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നോക്കട്ടെ. ഇതിങ്ങനെ പല ഇതായിട്ട് പോയിട്ട് പിന്നെ നമുക്കൊന്ന് കറക്റ്റായിട്ട് കണക്റ്റഡായിട്ട് വരൂട്ടോ എല്ലാം കൂടി. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുണ്ട്, ഇത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ കിഴക്കിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പാരമ്പര്യങ്ങളായുള്ളത്. സഭയ്ക്ക് രണ്ട് ശ്വാസകോശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കിഴക്കും പടിഞ്ഞാറും. എന്തൊക്കെയാണ്? കിഴക്കും പടിഞ്ഞാറും. കിഴക്കെന്ന് പറഞ്ഞാൽ പൗരസ്ത്യ ആരാധനക്രമം, പൗരസ്ത്യം. പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ ലത്തീൻ അല്ലെങ്കിൽ ലാറ്റിൻ അല്ലേ? അപ്പോൾ കിഴക്കും പടിഞ്ഞാറിനെയും അറിയുക. ആണോ? കിഴക്കിനെയും പടിഞ്ഞാറിനെ അറിയണോ? ആരാ പറയണേ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയണേ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കിഴക്കിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതാണ് അറിയണം നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ ഞാൻ മനസ്സിൽ വന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വന്നതും കൂടി പറഞ്ഞോട്ടെ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇടവകയിൽ കാറ്റക്കിസം ഒരു ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് കോവിഡ് കാലഘട്ടമാണ്. ഓൺലൈനിലൂടെ കുട്ടികൾക്ക് കുർബാനനെ കുറിച്ച് പറയാൻ. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടിട്ടുണ്ട് നമ്മൾ പറയണത്. അപ്പോൾ ഞാൻ ഇത് പൗരസ്ത്യ അല്ലെങ്കിൽ സീറോ മലബാറിയത്തിൻ്റെ കുർബാന ക്രമത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞേ, അതൊന്നും ഇപ്പോൾ പറയണ്ട. എന്ത് പറയണ്ട? അത് ഇപ്പോൾ പറയണ്ട. ആരോട്? പിള്ളേരോടെ. എന്ത് പറയണ്ടെന്ന്? പൗരസ്ത്യ, അതായത് സീറോ മലബാറിയത്തിലെ കാര്യങ്ങളൊന്നേ ഇപ്പോൾ പറയണ്ട, നമ്മുടെ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അതിൻ്റെ ഗൗരവം? മനസ്സിലാവുണ്ടോ? അതിപ്പോൾ പറഞ്ഞെങ്കിലല്ലേ നാളെ ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുള്ളൂ. ഇവർ ഇതിനു വേണ്ടി തല്ലി പിടിക്കാതിരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഈ കുർബാന മാത്രം മതിയെന്ന്. ഞങ്ങൾക്ക് ഒരു ബലി അല്ലേ, ഒരു ആരാധന പാരമ്പര്യം മാത്രം പറയാൻ പറ്റില്ല എന്ന്. മനസ്സിലായോ? വലിയ ഗൗരവമുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ആ പിള്ളേർ ഇന്നേ പഠിപ്പിച്ചാലല്ലേ ആ പിള്ളേർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പഠിപ്പിക്കേണ്ടതെന്ന്. കണ്ടോ? ആ കാറ്റക്കിസം ടീച്ചറിൻ്റെ ഒരു അവസ്ഥ നോക്ക്. ഞാൻ എന്നിട്ട് ആൾക്ക് പറഞ്ഞു കൊടുത്ത്, പക്ഷേ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അത് എന്താണ്? അത് ചില ആൾക്കാർ അങ്ങനെയാണ്, നമുക്കത് മനസ്സിലാവില്ല ചില ആൾക്കാർക്ക്. കിഴക്കിൻ്റെ വിളിച്ചെടുത്തിട്ട് ഞാൻ അപ്പോൾ ഇതിലൊരു കാര്യം മാർപ്പാപ്പ പറയുന്നുണ്ട് കേട്ടോ. ഇതിലൊരു കാര്യം പറയാണ്, അത് ഞാനൊന്ന് വായിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ശ്ലൈകിക ലേഖനം അല്ലെങ്കിൽ അപ്പസ്തോലിക ലേഖനമാണ് കിഴക്കിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഉണ്ടോ, ഇത് ഞാനിങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിക്കട്ടെ. ആ കാര്യം മാത്രമാണ്, വലിയൊരു ഇതാണ്. അപ്പം ഞാൻ ആ ഒരു പോയിന്റ് മാത്രം വായിക്കണേണ്ടോ. ശ്രദ്ധിക്കണേ. ഒന്ന് കൈവീശി കാണിച്ചേ നിങ്ങൾ. ഉറങ്ങാണ്ടിരിക്കാനാണ്ട. ഇതൊരു ധ്യാനം പോലെയാണ് ശരിക്കും. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടന്ന വിവാദങ്ങളിൽ. കണ്ടോ? കിഴക്കും പടിഞ്ഞാറും, അതായത് ദിശയുടെ കാര്യമാണോ പറയണേ ഇവിടെ? മനസ്സിലായോ? അല്ലേ? ആ പാരമ്പര്യം
കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടന്ന വിവാദങ്ങളിൽ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിനെയും കണ്ടോ, നൂറ്റാണ്ടുകളിലൂടെ അപ്പം പലപ്പോഴും പല വിഷയങ്ങളും ഇതുമേൽ നടന്നുകൊണ്ടിരിക്കണു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണു. മനസ്സിലായോ? അപ്പോൾ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള കിഴക്കും പടിഞ്ഞാറിനെ സംബന്ധിച്ച് ആ വിവാദം നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്രം, ആ ദൈവശാസ്ത്രങ്ങളൊക്കെ നമ്മൾ ഇത്രയും കഴിയുമ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാവും എന്താണ് രണ്ട് ദൈവശാസ്ത്രങ്ങൾ എന്നൊക്കെയുള്ളത്. ആ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിനെയും പ്രത്യേകം എടുത്ത് കാണിക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണ് ആഗ്രഹിക്കണേ മാർപ്പാപ്പ? എന്നിട്ട് പറയണത്, മറിച്ച് ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനക്രമത്തെ കണ്ടോ, ഈ സഭകൾ കിഴക്കും പടിഞ്ഞാറുമാകുന്ന ഈ സഭകൾ ആവിഷ്കരിക്കുന്ന അല്ലേ വെളിപ്പെടുത്തുന്ന ആരാധന കർമ്മത്തെ അല്ലെങ്കിൽ ആരാധനക്രമങ്ങളെ ആദരവോടും വിറയലോടും കൂടെ സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ഏർപ്പെടാനല്ല ഞാൻ ആഗ്രഹിക്കണേ, അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ല. പിന്നെ എന്തിനാണ് ഞാൻ ആഗ്രഹിക്കണേ? ആ കിഴക്കും പടിഞ്ഞാറിൻ്റെയും ആരാധന പാരമ്പര്യങ്ങളും അതിൻ്റെ ആരാധന കർമ്മങ്ങളും ഉണ്ടല്ലോ, അതിനെ വിറയലോടും ആദരവോടും കൂടെ സമീപിക്കാനാണ്. ഇപ്പം ഈ അർത്ഥത്തിൽ ആ കാറ്റഗിസം ടീച്ചർ എന്നോട് പറഞ്ഞതും നിങ്ങൾ ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. മാർപ്പാപ്പ പറഞ്ഞിരിക്കണത് നോക്കിയേ. എന്താ പറഞ്ഞത്? രണ്ട് പാരമ്പര്യങ്ങളെയും എന്താണ് വിറയലോടും ആദരവോടും കൂടി സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കണമെന്ന് ആര് പറയണത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയണതാ. അപ്പം ഞാനൊരു കാറ്റഗിസം ടീച്ചറിനോട് പറയണേണ്, അതും കൂടി നമുക്ക് പറയണ്ടേ? അപ്പം അത് വേണ്ടെന്ന് മനസ്സിലായോ? അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇതൊന്നും ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ചില പുസ്തകങ്ങൾ കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് പറയണില്ല, ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് പറയാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2201 ഖണ്ഡികയിലേക്ക് പോവാണ്, 2201 ഈ CCC തന്നെ. എന്നിട്ട് പറയാണ്, ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യം, ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ വേർഡും നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. കാറ്റഗിസം പുസ്തകം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തെന്നാണ് ക്രിസ്തു രഹസ്യം 1201 കേട്ടോ, 1201. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം. ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ് പറഞ്ഞത്? ക്രിസ്തു രഹസ്യം, അതായത് ക്രിസ്തുവിൻ്റെ രഹസ്യം ഒക്കെ നമ്മൾ പിന്നീട് പറയും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് പെസഹ രഹസ്യം, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണമാകുന്ന ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യം കണ്ടോ, ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യം നമ്മൾ ഒരു ഉദാഹരണത്തിനായിട്ട് ഇങ്ങനെ എടുത്ത് ലത്തീൻ ആരാധനക്രമം മാത്രമുള്ളെന്ന് വിചാരിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ സീറോ മലബാർ റീത്ത് മാത്രമുള്ളെന്ന് വിചാരിക്കുക. മനസ്സിലായോ? അപ്പോൾ അവിടെ മാത്രമുള്ള ആ ആരാധന ക്രമം മാത്രമേ ഉള്ളൂങ്കില ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. മനസ്സിലായോ? ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത മതം. അതായത് യേശുവിൻ്റെ രഹസ്യങ്ങളെ മുഴുവനും ഒരു റീത്തിൽ മാത്രമായിട്ട് പ്രകാശിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ലത്തീൻ ആരാധനക്രമത്തിൽ മാത്രമായിട്ട് പറ്റില്ല, ഇപ്പോൾ സീറോ മലബാർ റീത്തിൽ മാത്രമായിട്ട് പറ്റില്ല, ഇപ്പോൾ കിഴക്കൻ പൗരസ്ത്യ ആരാധന പാരമ്പര്യത്തിൽ മാത്രമായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഈ പടിഞ്ഞാറൻ ആരാധന പാരമ്പര്യത്തിൽ മാത്രമായിട്ട് പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. കണ്ടോ, അഗാധമായ വിധത്തിൽ അത് സമ്പന്നമാണ്. എന്തുകൊണ്ടാണ്? അത് ഈ 24 റീത്തുകളിൽ അത് ആരാധന ക്രമത്തെ പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്പന്നമാണ് അഗാധമായ വിധത്തിൽ. ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന്, കണ്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ, ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന്, കണ്ടോ, പരസ്പര പൂരകത്വത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലേ, ഒന്ന് പറഞ്ഞേ. അതിനാ എനിക്ക് പറഞ്ഞ അത്ര വലിയതായിട്ട് പരസ്പര പൂരകം എന്ന് പറഞ്ഞാൽ എല്ലാം, എൻ്റെ ഒരു ഭാഷ പറഞ്ഞാൽ എല്ലാം കണക്ട് അല്ലേ, ഒന്നാണ്. മനസ്സിലായ? അതൊന്നും വൈരുദ്ധ്യമല്ല, വിരുദ്ധമല്ല, അതൊന്നും ഒന്നിനോട് വ്യത്യസ്തമല്ല, അതെല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. അതാണ് പരസ്പര പൂരകം എന്ന് പറഞ്ഞാൽ.
അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ കിഴക്കൻ ആരാധനക്കാർ പാരമ്പര്യത്തിലുള്ള ആളെ, ഇപ്പോൾ പൗരസ്ത്യ ആരാധനത്തിലുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ലാറ്റിൻ ഇത് അറിയേണ്ടെന്നാണോ? മനസ്സിലായോ? ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പറ്റുമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം ചിലവഴിക്കുക, അതിനൊക്കെ പഠിക്കുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്താൽ തെറ്റ് പറ്റില്ല നമുക്ക്. മനസ്സിലായോ? അപ്പം നമ്മളാരും ചോദ്യം ചെയ്യാൻ പോകില്ല, എന്താണ് ഇങ്ങനെ, എന്താ അങ്ങനെ, എന്ത് സഭയിൽ ഇങ്ങനെ എന്നുള്ളത്. അപ്പം നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറേ അച്ഛന്മാരെയൊക്കെ ചോദ്യം ചെയ്യാനും ബിഷപ്പുമാരെയൊക്കെ ചോദ്യം ചെയ്യാനും ഒക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ റീത്തുകളുടെ ഉത്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സഭകൾ അവയുടെ ആരാധന പാരമ്പര്യങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതുദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. അപ്പോൾ ഓരോ ആരാധനക്രമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നതല്ല ഈ ആരാധന കർമ്മം. അത് പൗരസ്ത്യവും എന്താണ് കിഴക്കിൻ്റെ കാര്യം നിങ്ങൾ പടിഞ്ഞാറിൻ്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? അതായത് കിഴക്ക് പൗരസ്ത്യമാണെന്ന് പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് എന്തെന്ന് പറയും? പാശ്ചാത്യം. മനസ്സിലായോ? പാശ്ചാത്യം. അപ്പോൾ പാശ്ചാത്യവും പൗരസ്ത്യവും ഈ രണ്ട് പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ് എന്ത്? നമ്മുടെ ആരാധന ആരാധന ക്രമം. അപ്പോൾ ഒന്നിനെ മാറ്റി വെച്ചിട്ട് ഇപ്പം നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ അപ്പനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അമ്മ മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കുടുംബത്തിൽ? മനസ്സിലായോ? അല്ലെ നമുക്ക് അമ്മ വേണ്ട അപ്പം മാത്രം മതി എന്ന് പറഞ്ഞാലോ? മനസ്സിലായോ? അങ്ങനത്തെ ഒരു വൈരുദ്ധ്യമായി പോകും. കിഴക്ക് വേണ്ട, ഞങ്ങൾക്ക് പടിഞ്ഞാറ് മാത്രം മതി, അല്ലെ പടിഞ്ഞാറ് വേണ്ട, കിഴക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളതിനെയൊന്നും അത്ര, എനിക്ക് തോന്നണത് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല തീർച്ചയായിട്ടും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെക്കുറിച്ചൊന്നും ഒന്നില്ലെങ്കിൽ അറിയാൻ പാടില്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വെറുതെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിനെ വികലമാക്കി കളയും. അപ്പം അതിൻ്റെ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പൗരസ്ത്യ അപ്പോൾ അതൊക്കെ ആ രഹസ്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ രണ്ട് പാരമ്പര്യങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള, നമ്മുടെ ആത്മാവിനുണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ, ഫലങ്ങൾ, കൃപകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇപ്പം ഏകദേശം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ 3 റീത്തുകളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ച് പറയാൻ പോവാണ്. 3 റീത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന് ലത്തീൻ ആരാധനക്രമം, പിന്നെന്താണ് സീറോ മലബാർ, സീറോ മലങ്കര. അപ്പോൾ ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ലത്തീൻ ആരാധനക്രമത്തിൽ നിന്ന്, അപ്പോൾ ആദ്യമേ തന്നെ ബലിയർപ്പണം അല്ലേ ഓരോ റീത്തിലും തുടങ്ങുന്നത്. ഇപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ എപ്പോഴാണ് ബലിയർപ്പണം ആരംഭം? കോമൺ ആയിട്ട് ആമുഖ പ്രവേശക ഗാനം അല്ലെങ്കിൽ ആരംഭ ഗാനത്തോടു കൂടിയാണ്. പക്ഷേ എന്നിട്ട് പിന്നെ മിക്കപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, ഈ കുരിശ് വരച്ചിട്ടാണ് കുർബാന തുടങ്ങണേന്ന്. അങ്ങനെയാണോ? കുരിശ് വരച്ചിട്ടാണോ കുർബാന തുടങ്ങുക? ആണോ? അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ ആംബോ, അതായത് വചനവേദിയുമല്ല ബലിവേദിയുമല്ല, ആംബോ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, വേദിയുണ്ട്. ആ ആംബോയിൽ നിന്നുകൊണ്ട് പ്രവേശക പ്രപണിതം എന്താണ് പറയണേ? അപ്പോൾ അതിന് ഞാനിപ്പോൾ വേദപാഠകം എന്തുണ്ട് ഈ ആപ്പിൽ, നിങ്ങളുടെ സീറോ മലബാർ റീത്തിൻ്റെ ഇത് കിട്ടും. എന്ത് കിട്ടും? അന്നുള്ള വായനകൾ കിട്ടും ഇന്നുള്ള. മനസ്സിലായോ? അതേപോലെ തന്നെ വേദപാഠമുണ്ട്, ലത്തീൻ്റെ ഉണ്ട്. അപ്പം ഞാൻ ആ ലത്തീൻ്റെ പ്രവേശക പ്രപണിതം എന്നിപ്പോൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പ്രവേശക പ്രപണിതം എന്ന് പറഞ്ഞാൽ? മനസ്സിലായോ ആർക്കെങ്കിലും? അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം. കണ്ടോ? അതാണ് ഇത് കണ്ടോ? ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് വേദപാഠകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലത്തീൻ ആരാധനക്രമത്തിൻ്റെ ആപ്പാണ് വേദപാഠകം. അപ്പോൾ ഇതിൽ ഇന്നത്തെ വായനകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രവേശക പ്രപണിതം എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണിൽ ഇപ്പോൾ പെട്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഫോണിലെടുത്തതാണ്.
ഇവിടെ എന്തുണ്ട്, ആദ്യം തുടങ്ങണം. അപ്പോൾ ഈ പ്രവേശക പ്രപണിതം എന്താണ്? സങ്കീർത്തനം 96-ാം അല്ലേ, സങ്കീർത്തനം 1-6 വചനങ്ങളാണ്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കട്ടെ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവനും കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. സ്തുതിയും സൗന്ദര്യവും അവിടുത്തെ സന്നിധിയിലുണ്ട്, വിശുദ്ധിയും തേജസ്സും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. അപ്പോൾ ഇതാണ് പ്രവേശക പ്രപണിതം. ഇത് ഉദ്ഘോഷിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത് അല്ലേ ഈ വചനത്തെ പ്രകീർത്തിച്ചു കൊണ്ടിട്ടാണ് പിന്നെ ബലിയർപ്പണം ആരംഭിക്കണം. ലത്തീൻ ആരാധനാക്രമത്തിൽ ഈ ബലിയർപ്പണം ആരംഭിക്കണമെന്ന് നമ്മൾ പറയണില്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയുന്നൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കരുത് കുരിശ് വരച്ചിട്ടാണ് ബലിയർപ്പണം, അങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ, മനസ്സിലായ? കുരിശ് വര തുടങ്ങിയിട്ടാണ് ബലിയർപ്പണം തുടങ്ങണം, അങ്ങനെയല്ല, മനസ്സിലായ? ലത്തീൻ ആരാധനാക്രമത്തിൽ പ്രവേശക പ്രപണിതം, അതിലൂടെയാണ് ബലിയർപ്പണം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ആമുഖ ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ ആദ്യ ശുശ്രൂഷയാണ് ആമുഖ ശുശ്രൂഷ, അവിടെ പ്രവേശക ഗാനം ആരംഭിക്കുന്നതോടുകൂടി നമ്മൾ ഏത് രീതിയിലായാലും എന്ത് ചെയ്യും, വിശ്വാസികൾ എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ മനസ്സിലായ? പക്ഷേ ബലിയുടെ ആരംഭം അത് ഈ പ്രവേശക പ്രപണിതത്തിലൂടെയാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ. ഇനി സീറോ മലബാർ രീതിയിലാണെങ്കിലോ, നിങ്ങളുടെ രീതിയിലാണെങ്കിലോ ആണല്ലോ, അത് കോമൺ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെല്ലാ രീതിയിലും പ്രവേശക ഗാനത്തോടുകൂടി ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലേ നിങ്ങൾ ഇന്ന് വരെ? അതിങ്ങനെയാണ്: അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. അതായത് അന്നാ പെസഹ തിരുനാളിൽ ഈശോ പറഞ്ഞ കൽപ്പനയില്ലേ, അതുപോലെ ഞാൻ ബലി അർപ്പിച്ചോട്ടെ എന്ന് ആര് ചോദിക്കുകയാണ്? ആര് ചോദിക്കുന്നു? ഈ ബലിയർപ്പകൻ ചോദിക്കുകയാണ് വിശ്വാസി സമൂഹത്തോട്. മനസ്സിലായോ? ഞാൻ അർപ്പിച്ചോട്ടെ ഈ ബലി. അവനന്ന് പറഞ്ഞില്ലേ, ആ ബലിയാണിപ്പോൾ അർപ്പിക്കാൻ വേണം, അത് അർപ്പിക്കട്ടെ. അപ്പോൾ വിശ്വാസി സമൂഹം അതിന് അനുവാദം കൊടുക്കണതാണ്. അവിടെ അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. മനസ്സിലാവുണ്ടോ? എന്താണ് ഒറ്റ വാക്കി പറഞ്ഞ പുരോഹിത എനിക്കിങ്ങാടെ ഇവിടെ നിങ്ങാടി ഇങ്ങനെ 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 വരാണ് അഭിഷേകേ. എന്താണ് പുരോഹിതൻ എന്താ ചോദിച്ചത്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ അല്ലേ, ആ ബലി അർപ്പിച്ചോട്ടെ. അത് അർപ്പിച്ചാലും അങ്ങ് അർപ്പിച്ചാലും, മനസ്സിലായോ? അതാണ് അതിൻ്റെ സാരാംശം. അതിൻ്റെ സാരാംശം എന്താണ്? ഇതാണ് അതിൻ്റെ സാരാംശം. അപ്പോൾ അത് അനുവാദം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങ് അർപ്പിച്ചാലും, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് സീറോ മലബാർ രീതിയിൽ ബലിയർപ്പണം ആരംഭിക്കണം. ഇനി സീറോ മലങ്കര രീതിയിലാണെങ്കിലോ തീർച്ചയായിട്ടും അതിന് മുമ്പ് കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ആരംഭം വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ, കണ്ടോ, നിൻ വെളിവാൽ ഞങ്ങൾ കാണുന്നു. വലിയ അർത്ഥങ്ങളാണ്. നമ്മളിങ്ങനെ ഒരു സിനിമ, ഒരു പാട്ട് രൂപത്തിൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോകും. എന്താണ്? വെളിവ് നിറഞ്ഞൊരീശോ നിൻ വെളിവാൽ ഞങ്ങൾ കാണും. അങ്ങനെയാണ് ആ രീതിയിൽ ബലിയർപ്പണം ആരംഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് 3 റീത്തുകൾ. ഇനി ഈ 3 റീത്തുകളിലും കൂടെ നമ്മളിങ്ങനെ ഓടിച്ച് യേശുവിൻ്റെ രഹസ്യം, അവൻ്റെ ജീവിതം മുഴുവനും എന്താണ്? അവൻ്റെ ജീവിതം മുഴുവൻ രഹസ്യമാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവിതം മുഴുവനിലും ഒരു ഇന്നിത്ര രഹസ്യങ്ങളെന്ന് പറഞ്ഞിട്ട് സഭ തന്നെ അതിനെ അല്ലെങ്കിൽ അതിനെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 7 രഹസ്യങ്ങളാണ്, അല്ലെങ്കിൽ 8 രഹസ്യങ്ങളാണ്. 8 രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഈശോൻ്റെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രിസ്തുവിൻ്റെ മാമോദീസ അല്ലെ ജ്ഞാനസ്നാനം, ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം, ക്രിസ്തുവിൻ്റെ പീഡാനുഭവം കുരിശുമരണം. അപ്പോൾ പീഡാനുഭവം കുരിശുമരണം എന്ന് പറഞ്ഞാൽ 4-മത്തത്. 5-മത്തത് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം, പുനരുദ്ധാനം. 6-മത്തത് ക്രിസ്തുവിൻ്റെ സ്വർഗ ആരോഹണം എന്ന് പറഞ്ഞാൽ, ആരോഹണം എന്ന് പറഞ്ഞാൽ കയറുക. ഇനി 7-മത്തത് ക്രിസ്തുവിൻ്റെ സ്വർഗ അവരോഹണം, അതായത് അവരോഹണം എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഇനി 8-മത്തെ രഹസ്യമാണ്, അത് നമുക്കിപ്പോൾ അതിങ്ങനെ നിലവിൽ അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ, അതായത് അവൻ്റെ ദ്വിതീയ ആഗമനമാണ്, 2-ാം വരവ്. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിലേക്കുള്ള ഒരു ഒരുക്കമാണ് ഓരോ വിശ്വാസിയും സംബന്ധിച്ച് ഓരോ ബലിയർപ്പണവും യേശു ക്രിസ്തുവിൻ്റെ
രണ്ടാം വരവിലേക്കുള്ള ഒരുക്കമാണ് മുഴുവൻ. മനസ്സിലായോ? ശ്രദ്ധിക്കണട്ടോ നിങ്ങൾ. മനസ്സിലായോ? ഉറക്കം തന്നെയാണെങ്കിൽ നമുക്കൊന്ന് എണീറ്റൊക്കെ നിൽക്കാം കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 7 രഹസ്യങ്ങളും അല്ല 8 രഹസ്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിനോട് കോർത്തിണങ്ങി പോകുന്നു എന്ത്? 7 ശുശ്രൂഷകൾ. ഈ സീറോ മലബാറിയത്തിൽ അതിനെ 9ഓളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പുസ്തകം ഇത് കണ്ടോ, ഈ പുസ്തകം കണ്ടോ നിങ്ങൾ? ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്ക് പാറയപ്പള്ളിയിൽ നിന്ന് സോജൻ, അവിടുത്തെ കപ്പ്യാരാണ് സോജൻ. ഇപ്പം അദ്ദേഹം അല്ലേ കപ്പ്യാർ, ഇപ്പോഴും കപ്പ്യാർ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ 3 പുസ്തകം എനിക്ക് അയച്ചു തരുകയും ചെയ്ത്. ഇപ്പം ഇത് നിർത്തലാക്കി, പുതിയ തക്സയൊക്കെ വന്നപ്പോൾ ഇത് നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പം ധൂപക്കുറ്റി, എന്തിനാണ് നമ്മൾ നിൽക്കണത്, എന്തിനാണ് നമ്മൾ ഇരിക്കണത്, എന്തിനാണ് നമ്മൾ കൈ വിരിക്കണത്, മുട്ടുകുത്തണത്, അപ്പോൾ അതൊക്കെ അടിസ്ഥാനപരമല്ലേ. ബാക്കി കുരിശ് വരെ എന്താണ് അതൊക്കെ. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയണുള്ളൂ. മനസ്സിലായോ? ഒന്നും പുതിയതായിട്ടൊന്നും എടുത്ത് പറയണില്ല. മനസ്സിലായി? ഇപ്പം നമ്മളെന്താ പറഞ്ഞു വന്നിരുന്ന വെച്ചത് 7 ശുശ്രൂഷകൾ. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ, 7 ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ അത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 9 ശുശ്രൂഷകളായിട്ടാണ് ഇവിടെ വരിക. മനസ്സിലായി? അപ്പോൾ എന്നിരുന്നാലും സംക്ഷിപ്ത രൂപത്തിൽ 7 ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമുഖ ശുശ്രൂഷയാണ് ഫസ്റ്റ്. രണ്ടാമത്തെ ശുശ്രൂഷയാണ് എന്താണ് ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ. മൂന്നാമത്തെ ശുശ്രൂഷയാണ് നിങ്ങളുടെ രീതിയിൽ, അതായത് സീറോ മലബാർ രീതിയിൽ ഒരുക്ക ശുശ്രൂഷ എന്ന് പറയും. ലത്തീൻ ആരാധനക്രമത്തിൽ സ്തോത്രയാഗ കർമ്മം എന്ന് പറയും. രണ്ടായാലും അതിനാണ് ഞാൻ പറയാം, രണ്ടായാലും നമ്മളിപ്പോൾ ഈ CCCയുടെ 1200 1201 വായിച്ചില്ലേ, ഇത് നിങ്ങൾക്ക് ഇപ്പോഴല്ല ക്ലിയർ ആവണത്, ഇത് അവസാനിക്കില്ല. ഇപ്പം നമ്മൾ മുഴുവൻ പറഞ്ഞു അപ്പോഴാണ് ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. 2 ദൈവശാസ്ത്രങ്ങളുടെ കാര്യവും പാരമ്പര്യവും, 2 പാരമ്പര്യവും എന്താണെന്ന് 24 റീത്തുകൾ എന്തിനാണെന്നും, ഈ ഒരു രഹസ്യം തന്നെയാണ് പെസഹ രഹസ്യം തന്നെയാണ് ഈ ഇതിലെല്ലാം പ്രഥമ സഭാ വിശ്വാസികൾ മുഴുവൻ മുതൽ ഇന്ന് വരെ, അല്ലെങ്കിൽ അവൻ്റെ ഇന്ന് മുതലല്ല, അവൻ്റെ 2ാം വരവ് വരെയുള്ള ആൾക്കാർ വിശ്വാസികൾ ആഘോഷിക്കാൻ പോകുന്നതെന്നും. അപ്പോൾ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ നിങ്ങളുടെ രീതിയിൽ, അതായത് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണല്ലോ കൂടുതൽ ഉള്ളതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ സീറോ മലബാർ റീത്തുകാരായതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളുടെ എന്ന് പറയണേ. ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിൽ സ്തോത്രയാഗ കർമ്മം. ഇനി 4ാമത്തെ ശുശ്രൂഷയാണ് സ്തോത്രയാഗ പ്രാർത്ഥന ലത്തീൻ ആരാധനക്രമത്തിൽ. സീറോ മലബാർ റീത്തിലാണെങ്കിലോ അത് അനാഫ്ര എന്ന് പറയും. ഇത് രണ്ടായാലും എന്തെന്നാണ്, ഈ രണ്ടും കണ്ടോ പരസ്പര പൂരകത്വത്തിന്, രണ്ടും വിരുദ്ധങ്ങളല്ല. കേൾക്കുമ്പോൾ എന്താ ഇപ്പം 2 വിരുദ്ധമായില്ലേ, ഇത് സ്തോത്ര, ഇത് അനാഫ്ര, അപ്പം 2ഉം വ്യത്യസ്തമായില്ലേ? അല്ല, ആ 2ലും എന്താ സംഭവിക്കണേ? സ്തോത്രയാഗ പ്രാർത്ഥനയിലും അനാഫ്രയിലും എന്താ സംഭവിക്കണേ നമുക്കറിയാലോ അല്ലേ? അതിലേക്ക് പുരോഹിതൻ എന്ത് ചെയ്യുന്നു പറയും, പരിശുദ്ധാത്മാവേ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ. മനസ്സിലായോ? 2 റീത്തിലായാലും ഏത് റീത്തിലായാലും ആ സ്തോത്രയാഗ പ്രാർത്ഥന അല്ലെങ്കിൽ അനാഫ്ര എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ സമയത്ത് എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ ബലിവസ്തുവിലേക്ക് ആവസിപ്പിക്കണമേ. മനസ്സിലായോ? അപ്പോൾ അതാണ് പരസ്പര പൂരകത്വം. അപ്പോൾ അതൊക്കെയാണ് ഈ വാക്ക്. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു പോയതാണ് ഈ CCCയിൽ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇനി വരുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. അപ്പോൾ 4ാമത്തെ ശുശ്രൂഷയാണ് സ്തോത്രയാഗ പ്രാർത്ഥന അല്ലെങ്കിൽ അനാഫ്രേ. 5ാമത്തെ ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ. 6ാമത്തെ ശുശ്രൂഷയാണ് ദൈവ ഐക്യ ശുശ്രൂഷ. 7ാമത്തെ ശുശ്രൂഷയാണ് സമാപന ശുശ്രൂഷ. ഇതൊക്കെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പുസ്തകമില്ലേ, ഇതാണ് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ തക്സ അല്ലെങ്കിൽ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പുസ്തകം. വിശ്വാസികൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ പുസ്തകം ഇപ്പം ഇതാണ്. ഇത് ഇപ്പോൾ ഇതിന് മേടിക്കാൻ കിട്ടില്ല. മനസ്സിലായി? ഇത് പിന്നെ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ പുതിയതാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ 7 ശുശ്രൂഷകളൊക്കെ. അപ്പോൾ 7 ശുശ്രൂഷകളും 7 എന്താണ് ഈ 8 രഹസ്യങ്ങളുമാണ് ഇങ്ങനെ സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ തൻ്റെ മണവാളൻ്റെ എന്തൊക്കെയാണ് പറഞ്ഞത് കണ്ടോ? സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ തൻ്റെ മണവാളൻ്റെ രഹസ്യത്തെ ആവിഷ്കരിക്കുന്നു. അത് ഇപ്പം നമ്മളിങ്ങനെ വിചാരിക്കരുത് 2ാമത് നടക്കണയാണ്
ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ അത് പേത്താൻ നടക്കണം എന്ന് പറയും. മനസ്സിലായി? പേത്താൻ എന്ന് വെച്ചാൽ അത് രണ്ടാമത് എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്. അത് പേത്താൻ ചെയ്യടാന്ന് പറയും. മനസ്സിലായ? അപ്പോൾ പേത്താൻ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് വാക്കാണ് അല്ലേ? പേത്താൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് രണ്ടാമത് അല്ലേ, പിന്നെ അത് വീണ്ടും ചെയ്യണം. അപ്പം അങ്ങനെയല്ല ഇതിവിടെ. അതായത് ഈശോ 2000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഗാഗുൽത്തയിൽ അർപ്പിച്ച ആ ബലിയിൽ പ്രവർത്തിച്ചില്ലേ പരിശുദ്ധാത്മാവ്? എങ്ങനെ പ്രവർത്തിച്ചു? അവൻ്റെ മനുഷ്യാവതാരത്തിൽ പ്രവർത്തിച്ചോ പരിശുദ്ധാത്മാവ്? അവൻ്റെ ജ്ഞാനസ്നാനത്തിൽ പ്രവർത്തിച്ചോ? അവൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രവർത്തിച്ചോ? അവൻ്റെ പീഡാനുഭവം കുരിശുമരണത്തിൽ പ്രവർത്തിച്ചോ? അവൻ്റെ സ്വർഗാരോഹണത്തിലും സ്വർഗാവരോഹണത്തിലും പ്രവർത്തിച്ചോ? ഇനി അവൻ വരാനിരിക്കുന്ന അവിടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ലേ? അപ്പോൾ അന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് ഈ ബലിപീഠത്തിൽ നിങ്ങൾ ഇന്ന് അർപ്പിച്ചില്ലേ, ആ ബലിപീഠത്തിലും എന്ത് സംഭവിച്ചു? അതേ പരിശുദ്ധാത്മാവ് തന്നെ അന്ന് യേശുക്രിസ്തു ഗാഗുൽത്തയിൽ അർപ്പിച്ച ആ ബലിയുടെ രഹസ്യം അത് മുഴുവനും ഇന്നും അതുപോലെ തന്നെ അനാവരണം ചെയ്യപ്പെടുന്നു. ആവരണം അല്ലേ, അതും മൂടപ്പെട്ടിരിക്കണം. പക്ഷേ അതിനെ അനാവരണം ചെയ്യുന്ന ആ രഹസ്യത്തെ വീണ്ടും കണ്ടോ, അതിനെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്നു. മറനീക്കുക, അല്ലാണ്ട് അത് വീണ്ടും നടക്കുന്നൊരു സമ്പ്രദായമല്ല, വീണ്ടും നടക്കുന്നൊരു രീതിയല്ല. മനസ്സിലായി? അതിനെ വീണ്ടും നടക്കുന്നതായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതിനെ ഇപ്പോൾ സഭ പറയുന്ന 2 പേരുകളാണ്. എന്തെന്നാണത്? പുനർ ആവിഷ്കരിക്കുക അല്ലേ, പുനർ ആവിഷ്കരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? പിന്നെയുള്ള പേരാണ് അനാവരണം ചെയ്യുക. കണ്ടോ, ഈ 2 വാക്കുകളാണ് സഭ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയണതല്ല, സഭ പറയുന്ന വാക്കുകളാണ് പുനർ ആവിഷ്കരണവും അനാവരണവും. മനസ്സിലായി? അപ്പോൾ നമുക്കൊന്നുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ 7 ശുശ്രൂഷകളും ഞാൻ പറഞ്ഞില്ലേ, സമാപന ശുശ്രൂഷ വരെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ 7 ശുശ്രൂഷകളും 8 രഹസ്യങ്ങളും. അപ്പോൾ ഇതെവിടേക്കാണ് സഭ തൻ്റെ ആരാധനക്രമത്തിലൂടെ തൻ്റെ മണവാളൻ്റെ രഹസ്യങ്ങളെ അനാവരണം ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോണത്. മനസ്സിലായോ? അപ്പോൾ അത് ഇപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ നിന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തുടങ്ങാം. അപ്പം എന്നിട്ട് ഇടക്ക് അങ്ങനെ അങ്ങാടിങ്ങളൊക്കെ നമുക്ക് പോകാവുന്നു. അപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിൽ ആദ്യം അപ്പം തന്നെ വരാണ് മദ്ബഹ അല്ലേ, അൽത്ത അല്ലേ, നിങ്ങൾ അല്ലേ സീറോ മലബാറിയത്തിൽ എന്ത് പറയും? മദ്ബഹ. മനസ്സിലായോ? ഇതാണ് 2 അല്ലേ മദ്ബഹ. ഇപ്പോൾ ലത്തീൻ റീത്തുകാർ മദ്ബഹ എന്ന് പറയുമോ? പറയാറില്ല. അങ്ങനെ എന്ത് പറയും? സാധാരണ ഇപ്പം നമ്മുടെയൊക്കെ ഇതിൽ പറയാറില്ല. മനസ്സിലായോ? അൾത്താര എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ അൾത്താര അവിടെ കംപ്ലീറ്റും എന്താണ്? വിശുദ്ധരെയും അല്ല ഔസേപ്പ് പിതാവിനെയും ഇതൊക്കെ വെച്ചിട്ട് വിശുദ്ധരെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കണേ? ആ അൾത്താര അല്ലെങ്കിൽ മദ്ബഹ എന്താണ് നമ്മളോട് പറയണേ? എന്താ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒരു ചോദ്യ രൂപത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ വണ്ടടിക്കുക എന്താണ് അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ. അതിങ്ങനെയാണല്ലോ. അതായത് അത് സ്വർഗത്തെയാണ്. എന്തിനാണ്? സ്വർഗത്തിൻ്റെ പ്രതീകമാണ് അൾത്താര അല്ലെങ്കിൽ മദ്ബഹ. അതുകൊണ്ടാണ് അവിടെ വിശുദ്ധരെല്ലാം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായി? മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അപ്പം അത് എന്താണ്? മദ്ബഹ അല്ലെങ്കിൽ അൾത്താര സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതിരൂപം അല്ലേ, സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ അല്ലേ പ്രതീകമാണ് എന്ത്? നമ്മുടെ ഈ അൾത്താര. അപ്പോൾ അങ്ങോട്ടൊക്കെ കയറുമ്പോഴേ സത്യമായിട്ടും സീറോ മലബാർ റീത്തിലെല്ലാം വളരെ അത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നിങ്ങളുടെ പള്ളിയിലൊക്കെ അത് കണ്ടു. ഒരു ചെരുപ്പിട്ട് ആരും കയറിയപ്പോൾ ഞാൻ ഷൂ ഇട്ട് ആ വരാന്തി കയറിയപ്പോൾ തന്നെ ആ ചേട്ടൻ എന്നെ നോക്കി. അപ്പോഴാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മഴ പെയ്യണോണ്ട് ഷൂ അങ്ങോട്ട് കയറ്റിയിട്ടതാണ്. പക്ഷേ അദ്ദേഹം നോക്കാണ്. മനസ്സിലായി? ഇങ്ങനെ കാലുമേലോട്ട്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ അവിടെ കിടന്ന് ഒച്ചെടുക്കുകയോ നമ്മൾ അതേപോലെ ആയിരിക്കണം. കാരണം സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകമാണ് ദൈവാലയം മുഴുവൻ അല്ലെങ്കിൽ ആ മദ്ബഹ അൾത്താര. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇത് നമ്മുടെ വശത്തു നിന്ന് ഉണ്ടായിരിക്കണം. നമ്മൾ ഒച്ചയിൽ സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കെല്ലാം അറിയാം.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിൽ വൈദികൻ പ്രവേശക ഗാനത്തോടു കൂടി അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ എല്ലാ ദൈവാലയങ്ങളിലും ഇപ്പോൾ കാണണമെന്നില്ല, എന്താണ് കിടാവിളക്ക് അല്ലേ, കിടാവിളക്കായിട്ട് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എല്ലാ ദൈവാലയങ്ങളിലും ആ ആൾത്താരയിൽ അല്ലെ മദ്ബഹയിൽ വിളക്കുണ്ടാവും അല്ലേ, എവിടെ സക്രാരിയിൽ വിളക്കുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വല്ലാർപ്പാടത്ത്, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് വല്ലാർപ്പാടം, അപ്പോൾ അവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കെടാവിളക്ക് തന്നെ ആയിട്ടുണ്ട്, കെടാവിളക്ക് തന്നെയായിട്ടാണ് അവിടെ ഇരിക്കണേ. അപ്പോൾ ആ വിളക്ക് എന്താണ് നമ്മളോട് പറയണേ, ആ വിളക്ക് എന്താ നമ്മളോട് പറയണേ? നമ്മൾ നോക്കിയപ്പോൾ ആ വിളക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് 0 വോൾട്ടിൻ്റെ ബൾബൊക്കെ ആയിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ കത്തി. അപ്പോൾ ഇതെന്താണെങ്കിലും കെടാവിളക്കിൻ്റെ ആ ഒരു ഇതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് അത് നമ്മളോട് പറയണേ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രതീകം? അപ്പോൾ ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ആ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ആ ഞാനുണ്ടല്ലോ, ആ ഞാൻ ഇവിടെ എപ്പോഴും സന്നിഹിതനാണ് എന്നതിൻ്റെ ഒരു ആശയപ്രപഞ്ചമാണ് നമുക്ക് അത് ആ കെടാവിളക്കിലൂടെ ഇങ്ങനെ മനസ്സിലായോ. നമ്മളൊരു അല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്, ഈ ലൈറ്റ് നമുക്ക് ഒരു ലൈറ്റ് അല്ലേ, അപ്പോൾ ഈ ലൈറ്റിൽ നിന്ന് എന്താണ് വരണേ, എന്താണ് വരണത്? പ്രകാശമാണ് വരണത്. അപ്പോൾ കാര്യം മാറി. ഒരു ലൈറ്റ് അല്ലേ, ഒരു ലൈറ്റ് ഉണ്ട്, പക്ഷെ ആ ലൈറ്റിൽ നിന്ന് നമുക്ക് എന്താ വരണേ? പ്രകാശം വരണം എന്നതുപോലെ അതിൻ്റെ പ്രതീകമാണ് ആ കെടാവിളക്ക്. കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? യേശു അല്ലേ, ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ഈശോ ഇവിടെ സന്നിഹിതനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ആ കെടാവിളക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബലിപീഠം. നിങ്ങൾ ഒരു കാര്യം പറയാം, എഴുതിയെടുക്കുന്നവർ ഇപ്പോൾ എഴുതിയെടുക്കാൻ പറ്റില്ലെങ്കിലും വേണ്ട, ഇത് റെക്കോർഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ അതിലോട്ട് ശ്രദ്ധിക്കണമെന്നില്ല. നിങ്ങൾ പക്ഷെ ഒരു പ്രാവശ്യവും കൂടി 3-4 പ്രാവശ്യമൊക്കെ ഇത് കേൾക്കണം. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റി ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകണില്ല. ഒരു പക്ഷേ എനിക്കും വലുതായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നുമല്ല ഞാനിത് പറയാനിരിക്കണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളുമല്ല. ഞാൻ നിങ്ങളോടൊപ്പം ഇത് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. മനസ്സിലായി? ഞാനും ഒരു വിദ്യാർത്ഥിയാണപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എല്ലാം എഴുതിയെടുത്ത് അങ്ങനെ ഇത് സമാധാനത്തിൽ, കാരണം എഴുതിയെടുക്കുമ്പോൾ വേണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ അടുത്തത് കേൾക്കുമ്പോൾ ആ ശ്രദ്ധ പോകരുതെന്ന് പറഞ്ഞോളൂ. പറ്റണത് എഴുതിയെടുത്തോ, ബാക്കി ഇത് മുഴുവൻ കേട്ടിട്ട് എഴുതിയെടുത്തു. അപ്പോൾ അടുത്തത് ബലിപീഠമാണ്. അപ്പോൾ ബലിപീഠം കേന്ദ്ര ഘടകമാണ് ദൈവാലയത്തിൻ്റെ ബലിപീഠം. അപ്പോൾ ആ ബലിപീഠം എങ്ങനെ ഉണ്ടായി, ആ ബലിപീഠം എങ്ങനെ ഉണ്ടാവണേ, അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബലിപീഠം ക്രിസ്മസിൽ ഉപയോഗിക്കുന്ന ഒലിവ് അല്ലേ, അഭിഷേക തൈലം കൊണ്ട് നിങ്ങളുടെ തന്നെ അഭിഷിക്തനായ ബിഷപ്പ് എന്ത് ചെയ്യും? ബിഷപ്പിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. ബിഷപ്പ് എന്ത് ചെയ്യും? ആ ഒലിവ് അല്ലേ, ആ അഭിഷേക തൈലം കൊണ്ട് ഈ ബലിക്കല്ലിനെ പുരട്ടി അഭിഷേകം ചെയ്ത് ഈ ബലിപീഠത്തിൽ ഈ ബലിക്കല്ല് സ്ഥാപിക്കും. അപ്പോൾ അതിൻ്റെ ഈ ഓൾട്ടറിലെ സഞ്ചരിക്കുന്ന ഓൾട്ടർ, അപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകണം. അതായത് ദൈവാലയങ്ങളില്ലാത്ത, വൈദികരില്ലാത്ത, ബലിയർപ്പണം അല്ലേ മാസത്തിലൊരെണ്ണം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ ഒരെണ്ണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് കൂടുതൽ അവർ സഞ്ചിയിൽ ബലിക്കല്ലില്ലാതെ ബലി അർപ്പിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരു മേശ വലിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയണത്. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ ആയിരിക്കണം, നമുക്കറിയാം. ഇതായില്ല, നമുക്കതിനെക്കുറിച്ച് ഇപ്പം ഞാനതിനെ നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ നമ്മൾ അതിനുള്ള ആളല്ലല്ലോ. അപ്പോൾ ബലിപീഠം, ആ ബലിക്കൽ, അപ്പോൾ ഈ ബലിക്കല്ലിലാണ് പഴയ നിയമ കാലഘട്ടങ്ങളിലും ബലിയർപ്പിക്കും. പക്ഷെ അത് മൃഗബലിയായിരുന്നു. അപ്പോൾ ആ ബലിക്കല്ലിനെ ഈ ക്രിസ്മസിൻ്റെ ആ ഒലിവ് തൈലം വെച്ച് ഇങ്ങനെ പുരട്ടി അഭിഷേകം ചെയ്ത് അതിനെ സ്ഥാപിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ബലിക്കല്ലിൽ ബലിപീഠത്തിൽ എന്ത് വയ്ക്കാൻ പാടില്ലെന്ന് പറയണത്. അപ്പോൾ ഒരു ദൈവശാസ്ത്രം പറയട്ടെ. ലത്തീൻ ആരാധന, സീറോ മലബാറത്തിൽ, അതായത് പൗരസ്ത്യ ആരാധനക്രമത്തിൽ ബലിപീഠം എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റൊരു കാര്യവും കൂടി അതിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ ബലിയർപ്പണം കഴിയുമ്പോൾ അത് പറയണമുണ്ട് പുരോഹിതൻ. നിങ്ങൾ അവസാനം ദൈവാലയത്തിൽ നിന്ന് പിരിയണത് എന്തെന്നും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കണ്ടോ, എന്താണ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. രണ്ടാമത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബലിപീഠം.
രണ്ടാമത്തേത് എന്താണ്? കർത്താവിൻ്റെ കബറിടമേ നിനക്ക് സ്വസ്തി. അപ്പോൾ പൗരസ്ത്യ ആരാധനക്രമത്തിൽ ബലിപീഠം കർത്താവിൻ്റെ കബറിടം കൂടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതാണ് അവിടെ ഒന്നും മെഴുകുതിരി കത്തിക്കരുത്, മറ്റ് ഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ബലിപീഠത്തിലൊന്നും വെക്കരുത് എന്ന് പറയണത്. അതുകൊണ്ട് തന്നെയാണ് ആ ബലിപീഠം വെള്ള തുണി, അല്ലേ, തുണി കൊണ്ട് മൂടി ഇട്ടേക്കും. ആണോ? ശരിയാണോ? അതങ്ങനെ മൂടിയിടുന്നതാ കർത്താവിൻ്റെ, അവിടെ തന്നെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റതും. അപ്പോൾ കർത്താവിൻ്റെ കബറിടം കൂടിയാണ് പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ചിട്ട്. ഇനി ലത്തീൻ ആരാധനക്രമത്തിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ചിട്ടോ, അത് യേശു എവിടെയാണ് ബലിയർപ്പിച്ചത്? കുരിശുമേൽ. കണ്ടോ? കുരിശ് ആണ് ബലിപീഠം. ബലിപീഠമാണ് കുരിശ്, കുരിശാണ് ബലിപീഠം ലത്തീൻ പാശ്ചാത്യ ആരാധനക്രമത്തിൽ. മനസ്സിലായി? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വിടരുതിട്ടാ, ഇവിടെ തന്നെ വന്നാൽ നമുക്ക്. അതിനു മുമ്പ് ഞാൻ ആ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ വേണ്ടി CCCയിൽ 1182 കാരണം ഞാൻ വെറുതെ ഇങ്ങനെ കുറേ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, ഇത് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. അപ്പോൾ എന്നാലല്ലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. 1182 ഖണ്ഡിക. ഈ CCC നമ്പറൊക്കെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇല്ലാത്തവരൊന്നും എഴുതിയെടുത്തോട്ടെ ആ നമ്പറുകൾ. അത് നിങ്ങൾക്ക് പിന്നീട് നോക്കാനായിട്ട് അത് ഉപകാരപ്പെടും. 1182 ഖണ്ഡിക എടുത്തേ. അതും കൂടി ഒന്ന് പറഞ്ഞാലാണ് നമുക്ക് ആയിരത്തി 1182 കിട്ടിയോ? ഞാൻ വായിക്കട്ടെ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഒന്ന് വായിക്കാൻ പോണേ. പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിൻ്റെ കുരിശാണ്. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിൻ്റെ കുരിശാണെന്ന് പറയുമ്പോൾ അത് പാശ്ചാത്യ ആരാധനക്രമത്തെ സംബന്ധിച്ച് യേശുവിൻ്റെ ബലിപീഠം കുരിശാണ്. പാശ്ചാത്യം എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ, അല്ലേ, അല്ലെങ്കിൽ ലത്തീൻ ആരാധനക്രമം അനുസരിച്ച് ബലിപീഠം കുരിശാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. അവിടെ നിന്ന് പെസഹ രഹസ്യത്തിൻ്റെ കൂദാശകൾ പുറപ്പെടുന്നു, ഇല്ലേ? പെസഹ രഹസ്യം നമ്മൾ പറഞ്ഞു, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗ്ഗാരോഹണം എന്ന ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം എന്ത് ചെയ്യപ്പെടുന്നു? പുറപ്പെടുന്നു. കൂദാശകൾ പുറപ്പെടുന്നു. ദൈവാലയത്തിൻ്റെ കേന്ദ്രമാകുന്ന ബലിപീഠത്തിൽ, കണ്ടോ, ദൈവാലയത്തിൻ്റെ കേന്ദ്രമാകുന്ന ബലിപീഠത്തിൽ കൗദാശിക അടയാളങ്ങളിലൂടെ, കൗദാശിക അടയാളങ്ങൾ, കുരിശിലെ യാഗം, കണ്ടോ, കൗദാശിക അടയാളം. എന്താണിപ്പോൾ ഇവിടുത്തെ കൗദാശിക അടയാളം? ബലിപീഠം. കുരിശിലെ യാഗം, കണ്ടോ, ഏത് യാഗം? കുരിശിൽ ഈശോ അർപ്പിച്ച, ഗാഗുൽത്തയിൽ അന്ന് അർപ്പിച്ച ആ യാഗം കൗദാശിക അടയാളങ്ങളിലൂടെ എന്ത് ചെയ്യപ്പെടുന്നു? സന്നിഹിതമാക്കപ്പെടുന്നു. കണ്ടോ, അതിവിടെ ഇന്നത് സംഭവിക്കുകയാണ്. അത് അങ്ങനെ തന്നെ അന്ന് സംഭവിച്ചതുപോലെ തന്നെ, മനസ്സിലായി? സന്നിഹിതമാക്കപ്പെടുന്നു. ബലിപീഠം കർത്താവിൻ്റെ ഭക്ഷണമേശയുമാണ്. അതിലേക്ക് ദൈവജനം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ചില പൗരസ്ത്യ ആരാധനക്രമങ്ങളിൽ ബലിപീഠം കബറിടത്തിൻ്റെ പ്രതീകം കൂടിയാണ്. എന്താണ് പറഞ്ഞത്? ചില പൗരസ്ത്യ ആരാധനക്രമങ്ങളിൽ ബലിപീഠം കബറിടത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1182 ഖണ്ഡികയിൽ എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കണമെന്നുള്ളൂ. ക്രിസ്തു യഥാർത്ഥത്തിൽ മരിക്കുകയും യഥാർത്ഥത്തിൽ ഉയർക്കുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇപ്പോൾ ഈ ഖണ്ഡികയിൽ എന്ത് വന്നു? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഈ ഖണ്ഡികയിൽ എന്ത് വന്നു? 2 ദൈവശാസ്ത്രങ്ങൾ വന്നോ ഇല്ലയോ? ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല. പാശ്ചാത്യ ആരാധനക്രമം അനുസരിച്ച് കുരിശാണ് ബലിപീഠം. പൗരസ്ത്യ ആരാധനക്രമം അനുസരിച്ച് ബലിപീഠം കർത്താവിൻ്റെ കബറിടം കൂടിയാണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുക. കണ്ടോ? 2 ദൈവശാസ്ത്രങ്ങൾ കണ്ടു. അപ്പോൾ ഇത് ഉടനീളം ഇതിങ്ങനെ ബലിയർപ്പണത്തിൽ മുഴുവൻ ഇതുണ്ട്. 2 ദൈവശാസ്ത്രങ്ങൾ, 2 പാരമ്പര്യങ്ങൾ, മനസ്സിലായി? ഓരോ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സത്യത്തിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ വരാം, നമ്മൾ പറഞ്ഞു നിർത്തിയത് വരാം. ഇപ്പോഴാണ് ഓർത്തത്. ഈ എവിടെ നിന്നുണ്ടായി ഈ ബലിയർപ്പണം? അത് നേരത്തെ പറയേണ്ടതായിരുന്നു. അതാണ് ഈ കയറാൻ പറ്റണില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ മിസ്സിങ് വന്നു. അതാണ് എന്താണ് ഇത് എവിടെ നിന്നുണ്ടായി ഈ ബലി, അല്ലേ? ഈ സഭ ഒക്കെ എവിടെ നിന്നുണ്ടായി? 1067 CCC 1067 എടുത്തേ. എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും.
പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ വ്യക്തമായിട്ട് അതിൻ്റെ യഥാർത്ഥ ബേസിക്കലി നമുക്ക് അതിനെ മനസ്സിലാക്കി തരാൻ? മനസ്സിലായി? അപ്പം ഞാനത് വായിക്കട്ടെ. അത് ചെറിയ ഒരു ഖണ്ഡികയാണ്, പക്ഷെ അതിൻ്റെ ആ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഞാനിപ്പോൾ വായിക്കാൻ പോവാണ്. ഈ പെസഹ 1067 ഖണ്ഡിക കേട്ടോ. ഈ പെസഹ രഹസ്യത്തിൽ മരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ മരണത്തെ നിഹനിച്ചു, ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവൻ പുനഃസ്ഥാപിച്ചു. ഇനി വായിക്കണം, ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ എവിടെ നിന്നാണ് സഭയും കൂദാശകളും ഉണ്ടായി എന്നാണ് നമ്മളല്ല പറയണേ, സഭയുടെ പ്രബോധനം പറയാൻ പോവാണ്, ഞാൻ വായിക്കാൻ പോവാണ്. എന്തെന്നാൽ ക്രിസ്തു കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ, കണ്ടോ, എന്തെന്നാൽ ക്രിസ്തു കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന്, കണ്ടോ, എന്ന് പറഞ്ഞാൽ ലൂങ്കീനോസ് എന്ന് പറഞ്ഞ ഭടൻ ഇല്ലേ, ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാലോ. ഈശോൻ്റെ ഹൃദയവിലാവ് കുന്തം കൊണ്ട് കുത്തി തുളച്ചപ്പോൾ അതിൽ നിന്ന് എന്തൊഴുകി? ജലവും രക്തവും ഒഴുകി. അപ്പോൾ ഞാനൊന്നും കൂടി വായിക്കട്ടെ. എന്തെന്നാൽ ക്രിസ്തു കുരിശിൽ മരണനിദ്രയിലായിരുന്നപ്പോൾ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് സമസ്ത സഭയാകുന്ന വിസ്മയനീയമായ കൂദാശ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇപ്പം ആ ലുങ്കീനോസ് എന്ന് പറഞ്ഞ ആ പടയാളി അവൻ്റെ ഹൃദയവിലാവ് കുത്തിത്തുളച്ചപ്പോൾ അതിൽ നിന്നൊഴുകിയ രക്തത്തിൽ നിന്നും ജലത്തിൽ നിന്നുമാണ് എന്തുണ്ടായത്? സഭയും കൂദാശകളും ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്നൊരു കാര്യം, വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ്റെ ഒരു കോട്ട് പറയട്ടെ. വിശ്വസിക്കുന്നവന് വിവരണത്തിൻ്റെ ആവശ്യമില്ല. എന്താണ്? വിശ്വസിക്കുന്നവന് വിവരണത്തിൻ്റെ ആവശ്യം ഇല്ല. വിശ്വസിക്കാത്തവന് വിവരണം കൊണ്ട് പ്രയോജനവുമില്ല. മനസ്സിലായോ? വിശ്വസിക്കണ്ട. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാണ്, ഞാൻ എന്താണ് അങ്ങനെ പറയണത്? നമ്മളങ്ങോട്ട് വിശ്വസിക്കണം. മനസ്സിലായോ? ഇതങ്ങനെയാണ്. നമ്മളെന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണം ഈ ഭൂമിയിൽ. സഭയുടെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കാര്യമല്ലട്ടോ ഞാൻ പറയണേ, ഞാനിപ്പോൾ നമ്മേന്ന് ഇങ്ങനെ എൻ്റെ ഭാഷാ ശൈലിയിൽ പറയണമെന്നുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതെന്താ അങ്ങനെ, അതെങ്ങനെ വെറുതെ കുത്തിത്തുളച്ചപ്പോൾ എങ്ങനെയാണ് അത് സഭയുണ്ടാകണേ? ഇത്തരത്തിലുള്ളൊരു ഫിസിക്കൽ ചോദ്യങ്ങളുമായിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ചോദിക്കണതാണ്, ഞാനുണ്ടാക്കി പറയണ ചോദ്യങ്ങൾ ഉത്തരങ്ങളല്ല. ഇതൊക്കെ നമ്മൾ നേരിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നേരിട്ടിട്ടുണ്ടാകും ഇത്തരത്തിലും, അല്ലെങ്കിൽ ഇതിലും ഭയാനകമായ തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ഒരാൾക്കാർ വരും. ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞതേ കൂടുതലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ എവിടെ നിന്നാണ് സഭയും വിസ്മേനിയം? അപ്പോൾ സഭ തന്നെയും കൂദാശയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? സഭ എന്ത് പഠിപ്പിക്കുന്നു? സഭ തന്നെയും ഒരു കൂദാശയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോണേണ്. ഞാൻ വീണ്ടും പറയുന്നതാണ്, നിങ്ങൾക്കിപ്പോൾ ഇതെല്ലാം അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല, ഓടിത്തിരിയില്ല. മനസ്സിലായോ? ഇത് പല പ്രാവശ്യം കേൾക്കണം. പിന്നെ അതുകൂടാതെ ഇത് പതുക്കെ ഇതിങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എവിടെ നിന്നാണ് സഭയുണ്ടായി എന്ന് മനസ്സിലാക്കി. ആരാധനക്രമം ഉണ്ടായി. സഭയും ക്രമവും ഉണ്ടായത് എവിടെ നിന്നാണ്? ഈശോൻ്റെ കുത്തിത്തുളക്കപ്പെട്ട ഹൃദയവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്തിൽ നിന്നും തിരുജലത്തിൽ നിന്നാണ്. ഇനി അപ്പോൾ അത് ആരാധനക്രമം, ലിറ്റർജി ആ വാക്കിന് അർത്ഥം എന്താണ്? നമ്മൾ ഈ ക്രമം ആരാധനക്രമം എന്നൊക്കെ പറയണ്ടല്ലോ, ആരാധനകർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 1069 ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഇവിടെയും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രമേ വായിക്കണുള്ളൂ, അതിൻ്റെ കാതലായ ഭാഗം മാത്രമേ വായിക്കണുള്ളൂ. ഉറങ്ങണവരെ എണീറ്റിക്കണോ? നമുക്ക് ഇത് പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മോൻ കഴുകിയിട്ട് വരണോ? മോൻ കഴുകണോ? ഞാനിത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതല്ല, സത്യമുള്ള കാര്യമാണ്. ഇത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേണം മോൻ കഴുകിയിട്ട് വാ, ചെല്ലി. ഇത് ഞാനാണ് കേൾക്കാനിരിക്കണമെങ്കിൽ എനിക്കും ഞാനും ഉറങ്ങിപ്പോകും. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, 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 hallelujah. അപ്പോൾ ഈ ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
അപ്പോൾ ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ വിളിക്കണതെന്നാണ് ഇപ്പോൾ പറയാൻ പോണത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള, ശ്രദ്ധിച്ചോ നിങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള, കണ്ടോ, ഇത് ദൈവമാണെന്ന് വിചാരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ. കണ്ടോ, എന്താണ് ലിറ്റർജി എന്ന വാക്കിനർത്ഥം? ദൈവത്തിൻ്റെ പ്രവൃത്തി. കണ്ടോ, ഇതല്ല കേട്ടോ, സോറി മാറിപ്പോ, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ. കണ്ടോ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലിനെ എന്തെന്ന് പറയുന്നു? ലിറ്റർജി എന്ന് പറയുന്നു. മനസ്സിലായോ? 1069. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ. ഞാൻ ഒന്നും കൂടി പറയാനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലിനെ ലിറ്റർജി എന്ന് പറയുന്നു. മനസ്സിലായോ? ഇനി ഈ ലിറ്റർജി നമുക്ക് എന്തിനാണ് നൽകിയിരിക്കുന്നത്? നമ്മളിത് പങ്കെടുക്കണൊക്കെ ഉണ്ടല്ലോ, ഡെയിലി പോയി ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്തിനാണ് ഇത് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? സഭ നൽകിയിരിക്കണം എന്തിനാ? എന്താണ്? ദൈവത്തെ പോലെ. പക്ഷെ അപ്പം അതിന് ഇവിടെ എന്താണ് എഴുതി വെച്ചേക്കണേന്നൊന്ന് 1068 എന്താണ് എഴുതി വെച്ചേക്കണേന്നൊന്ന് വായിക്കാൻ പോകണം. 1068 CCC 1068 വായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഈ രഹസ്യം സഭ തൻ്റെ ആരാധനക്രമത്തിൽ പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ പറയാണ്, അതാണ് പോയിന്റ്, വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിനും. കണ്ടോ, എന്താണ്? ആര് അതിൽ നിന്ന് ജീവിക്കുന്നതിനും എന്നാണ് പറഞ്ഞത്? വിശ്വാസികൾ അതിൽ നിന്ന് ജീവിക്കുന്നതിനും. അപ്പോൾ എന്തിനാണ് ആരാധനക്രമം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? അല്ലേ, ഇപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്ത് പറഞ്ഞു? ദൈവത്തെ പോലെ ആകാനാണ്. തീർച്ചയായിട്ടും അഗസ്തീനോസ് പുണ്യാളം പറഞ്ഞു, നീ ആരെ ഭക്ഷിക്കുന്നുവോ അവനെ പോലെ ആയിത്തീരും. നമ്മൾ പന്നിയൊക്കെയാണ് ഭക്ഷിക്കണമെങ്കിൽ പന്നിനെ പോലെ ആയിത്തീരും അല്ലേ. അപ്പോൾ യേശുവിനെ ഭക്ഷിക്കുകയാണെങ്കിൽ യേശുവിനെ പോലെ ആയിത്തീരും. അപ്പോൾ അതൊരു കാതലായ കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതിനോട് സഭ പറഞ്ഞു വെക്കുകയാണ്, അത് ജീവിക്കാനാണ്. മനസ്സിലായോ? അതാണ് പ്രാക്ടിക്കൽ അല്ലേ, തിയറിയും പ്രാക്ടിക്കലും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി അത് ജീവിക്കണം. ആ അർത്ഥത്തിലാണ് വിശുദ്ധ കുർബാന അല്ലെ ബലിയർപ്പണത്തിന് ശേഷം ഇല്ലേ നിങ്ങൾ പോയി അല്ലേ ഇത് അല്ലേ ബലി സമാപിച്ചിരിക്കുന്നു, നിങ്ങൾ പോയി പ്രഘോഷിക്കാൻ പറയണ ഒരു രംഗമുണ്ട് ബലിയർപ്പണത്തിൽ അവസാനം. അങ്ങനെയാണ് നമ്മൾ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ആണോ അല്ലയോ? ലത്തീനാരാധനക്രമത്തിൽ അത് ശരിക്കും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ പറയാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക. നമ്മൾ അത് ഇപ്പം കണ്ടില്ലേ, ഇപ്പം കണ്ടില്ലേ ഈ ബലിപീഠത്തിൽ കണ്ടതും കേട്ടതും നീ പോയി പറയുകയും ജീവിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. അപ്പം അതിൽ ജീവിക്കുന്നതിന് അപ്പം ഇപ്പം എന്തൊക്കെ മനസ്സിലായി? ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? മുഴുവൻ കാര്യമല്ല ഞാൻ ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ലിറ്റർജിയും അല്ലെങ്കിൽ സഭയും എവിടെ നിന്നുണ്ടായി. പിന്നെ ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഈ ലിറ്റർജി നമുക്ക് നൽകപ്പെട്ടേക്കണം എന്തിനാണ് എന്നൊക്കെ. ഇനി ഈ ലിറ്റർജിയിൽ എന്താ സംഭവിക്കണത്? എന്ത് സംഭവിക്കുന്നു? 1076 എന്താ സംഭവിക്കണേ? 1076 അതും വലിയ ഖണ്ഡികകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതെല്ലാം വായിക്കണില്ല, നമ്മളെല്ലാം വായിക്കണില്ല കേട്ടോ അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു കാതലായ പോയിൻ്റ് എന്താണ് അത് ഞാൻ വായിക്കാം. എന്തെന്നാണ് എഴുതിയേക്കണേ? ആ യുഗത്തിൽ ക്രിസ്തു തൻ്റെ രക്ഷാകർമ്മത്തെ തൻ്റെ സഭയുടെ ആരാധനക്രമത്തിലൂടെ, കണ്ടോ, തൻ്റെ രക്ഷാകരമായ കർമ്മത്തെ തൻ്റെ സഭയുടെ ആരാധനക്രമത്തിലൂടെ അവിടുന്ന് വരുന്നത് വരെ വെളിവാക്കുകയും, കണ്ടോ, വെളിപ്പെടുത്തുന്നു. എന്താണ് കർമ്മത്തിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ആരാധനക്രമത്തിൽ എന്ത് സംഭവിക്കുന്നു? വെളിവാക്കുന്നു. ആരാ വെളിവാക്കപ്പെടുന്നത്? ഈശോ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? എന്തൊക്കെയാണ്? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പം അത് ഇതിൻ്റെ നടുക്കുന്ന മാത്രം ആ പോയിന്റ് മാത്രമാണ് വായിക്കണേ. അതെല്ലാം കുറേ ഉണ്ട് കാര്യങ്ങൾ പറയാൻ.
പക്ഷെ നമ്മളിപ്പോൾ അത് അല്ല കേന്ദ്രം. നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ്, എന്തിനാണ് ഇപ്പോൾ ആരാധനക്രമം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് അല്ലേ, അത് ജീവിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നതുപോലെ എന്താണ് ഈ ആരാധനക്രമത്തിൽ നടക്കുന്നത്? ഇപ്പോൾ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നടക്കുന്നത് എന്താണ്? അതാണ് യേശു വെളിവാക്കപ്പെടുന്നു. യേശു അപ്പം അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിച്ചേ നിങ്ങൾ. വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് എഴുതിയേക്കണം. അപ്പം ഞാനിപ്പോൾ പറയട്ടെ, എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കണം? യേശു വെളിവാക്കപ്പെടുന്നത് ആരാണ്? യേശു വെളിവാക്കപ്പെടുന്നു, യേശു സന്നിഹിതമാക്കപ്പെടുന്നു, യേശു പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. അതായത് വെളിപ്പെടുത്തുന്നു, ആവിഷ്കരണമാണ്, വെളിപ്പെടുത്തുന്നു. അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. അതാണ് വെളിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കപ്പെടുക അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെടുക. അവൻ്റെ ദൈവാവിഷ്കരണം എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ വാക്കുകൾ, മനസ്സിലായി? ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ. ഇപ്പോൾ ജോസഫിനെ വെളിപ്പെടുത്തിയില്ലയോ? പഴയ നിയമത്തിൽ ജോസഫിനെ സഹോദരന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയില്ലയോ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അപ്പം അതാണ് വെളിപ്പെടുത്തുക, മനസ്സിലായി? യേശുവിനെ തന്നെ വെളിപ്പെടുത്തുന്നു, സന്നിഹിതമാകുന്നു. അതാരാ സന്നിഹിതമാകണത്? യേശു ക്രിസ്തു തന്നെ സന്നിഹിതമാകുന്നു അല്ലേ? ഫിസിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? അവിടെ നിൽക്കുന്ന വൈദികൻ ആരാണ് നമ്മൾ പഠിച്ചേക്കണേ? എന്താ പഠിച്ചേക്കണേ? യേശു തന്നെയാണെന്നല്ലേ പഠിച്ചേക്കണേ, മനസ്സിലായോ? യേശു സന്നിഹിതമാക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുമ്പോൾ ആര് സന്നിഹിതമാക്കപ്പെടുന്നു? ഇത് ഞാനത് ഓരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ 10,000 കൊല്ലം നമ്മൾ പഠിച്ചാലും തീരാത്ത കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഓടിച്ച് ഓരോ ഇടവകയിൽ പറഞ്ഞു പോകണം. കാരണം ആർക്കും സമയമില്ല. ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കുമോ ഈ ബർത്ത്ഡേ തീരാൻ എത്ര നേരം എടുക്കുമെന്ന്? പക്ഷെ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എത്ര മണിക്ക് തീരും? മനസ്സിലായി? നമ്മുടെ കുറ്റമല്ല, നമുക്ക് സമയമില്ല. നമ്മുടെ ഈ ആധുനിക ലോകത്തിൽ നമുക്ക് ഇതിനൊന്നും സമയമില്ല. ഞാൻ 11 വർഷമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. എനിക്ക് നല്ല സമയമുണ്ട്, മനസ്സിലായോ? വേറൊരു ജോലിക്കും പോകണമില്ല. അതെന്നെ സംബന്ധിച്ച് എനിക്കിതാണ് എൻ്റെ ജീവൻ. അപ്പം മറ്റുള്ളവർ നമുക്ക് ഇപ്പോൾ വെള്ളം കുടിക്കാൻ പോകണോ? എന്താ പറയണേ? അല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പിന്നെ ഇങ്ങനെ പോയിക്കോളൂ.